ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് സ്കോർപിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻ നക്ഷത്രം നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ സിറ്റുവേഷൻ ആണെച്ചാൽ റീഡിംഗ് ആണെച്ചാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യാം. അതല്ല വെച്ചാൽ മെസ്സേജ് ലെറ്റ് ഗോ ചെയ്യുക, വേറെ ഏതോ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ കൂടുതൽ അറിയണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരു പേഴ്സണൽ റീഡിംഗ് സെഷന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരിക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ, ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 ഓഫ് കപ്സ്. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറണ്ട് സിറ്റുവേഷൻ ഡെത്ത്. അപ്പം ഞാനിവിടെ കാണുന്നത് ഡെത്താണ് കറണ്ട് സിറ്റുവേഷൻ. എന്തോ ഒരു മാറ്റം വരണു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ എന്താ സ്റ്റേറ്റസ് ഉള്ളച്ചാൽ അതിപ്പോൾ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെച്ചാൽ അതിലൊരു മാറ്റം വരും. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടെച്ചാൽ എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണെച്ചാലും എന്തോ ഒരു മാറ്റം വരണു. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ മാറ്റം. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്, 3 ഓഫ് കപ്സ്. അപ്പോൾ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്, എന്തോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കാണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഞാൻ 9 ഓഫ് കപ്സ് ആണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ വിഷ് ചെയ്തു, ആ വിഷ് ഇപ്പോൾ പൂർത്തിയാവാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചില ഇഷ്യൂസിനെ ഇഗ്നോർ ചെയ്യണോ, ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടും അതിൽ അത്ര നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഈ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഒരു റീകൺസിലിയേഷൻ ആവില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 ഓഫ് കപ്സ് ആണ്. അവർക്കും നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഹൈറോഫാണ്ട് എനർജിയുടെ ട്രഡീഷൻസിൻ്റെ എനർജിയാണ്, റിലിജൻ്റെ എനർജിയാണ്. ചിലവർക്ക് ഈ പേഴ്സൺ ഒരു വേറെ റിലിജൻ്റെ ആയിരിക്കാം, അതിൻ്റെ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവണു. ഇവിടെ പേജ് സോഡ്സ് എനർജി ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെയൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഇല്ലച്ചാൽ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ത്രൂ അറിയാൻ നോക്കുന്നുണ്ടാവും, ഇൻഫർമേഷൻ എടുക്കാൻ നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായി? നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റിൽ ഞാൻ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. എംപ്രസ് ഉണ്ട്. നിങ്ങൾ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തുണ്ടാവുക. ഇവിടെ ഞാൻ കാണുന്നത് ഇവിടെ മൂന്നാമത്തെ പേഴ്സണ് കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മുമ്പേയും ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കും ഇത് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് വേഗം മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങി. പറഞ്ഞാൽ കുറേ പാഷൻ ആണ് ഞാൻ കാണുന്നത്, കുറേ ഒരു അട്രാക്ഷൻ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് വേണ്ടത്. ഈ പേഴ്സൺ കുറേ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. ഈ പേഴ്സൺ ആക്ച്വലി ഇപ്പോൾ കുറേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവും. അതല്ലാണ്ട് കുറേ ഒരു റിജക്റ്റഡ് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു ലോൺലിനെസ് ഉണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. നിങ്ങളുടെ എനർജിയിൽ 9 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഇവിടെ മുമ്പോട്ടേക്ക് പോയാൽ ആദ്യം മുമ്പത്തെ ഇഷ്യൂസൊക്കെ തിരിച്ചു വരുമോ, ആദ്യം ആ ഇഷ്യൂസ് ഉണ്ടാവുമോ. ഈ പേഴ്സൻ്റെ
5 ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവർ ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരുന്നു. ഞാൻ കാണുന്നത് അവർക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചർ. അതിലൊക്കെ ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഒരു ബോൾഡായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനാണ്. നിങ്ങൾക്ക് അറിയാം ഇതിൽ കുറേ ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ട്. ഇവിടെ ഇവർക്ക് ഒരു ഓഫർ കൊടുക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറേ ഇഷ്ടമാണ്, കുറേ ലവ് ഉണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ അവരും ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുണ്ട് അവർക്ക്. പക്ഷെ ഈ സമയത്ത് അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇമോഷണലി അവർ അത്ര കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. പക്ഷെ കുറേ ഇമോഷണലി മെച്യോർഡ് പേഴ്സൺ ആണ് ഇവർ. അവർ ഈ സിറ്റുവേഷനിൽ ബാലൻസ് ചെയ്യാൻ നോക്കണു. അവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വരണം, ഹീൽ ചെയ്യണം. ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിനൊക്കെ ശരിയാക്കണം. അപ്പം എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ? സ്റ്റാർ ഇവിടെ വിഷിൻ്റെ എനർജിയാണ്. ഒരു വിഷ് നിങ്ങൾക്കുണ്ട് മനസ്സിൽ. ആ വിഷ് ഇവിടെ പൂർത്തിയാവണു. പേജ് ഓഫ് കപ്സ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ അവർക്ക് ഒരു ഓഫർ കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ആക്ഷൻ 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവർ ആക്ച്വലി ഷുവർ അല്ല, അവർ ഇപ്പോഴും സ്റ്റാഗ്നന്റ് ആണ്. പക്ഷെ ആ സ്റ്റാഗ്നന്റ് ഫേസിന് അവർ മെല്ലെ പുറത്തു വരാൻ തുടങ്ങണു. അവർക്ക് എന്താ വെച്ചാൽ വേറെ ഒരു പേഴ്സണും ഉണ്ട് അവരുടെ ലൈഫിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യണ്ടേന്ന്. ഒരു സ്റ്റാഗ്നന്റ് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഒരു പേഴ്സണെ വിട്ടിട്ട് വേണം ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ. അപ്പോൾ അത് കുറച്ച് അവർക്ക് ഒരു വിഷമമുണ്ട്. പാസ്റ്റിൻ്റെ ഇഷ്യൂസും അവർക്ക് ഉണ്ട് നിങ്ങളുടെ കൂടെ. അതും അവർക്ക് മുഴുവനെ മറക്കാൻ പറ്റില്ല. ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. കുറേ പാഷൻ ഉണ്ട്, കുറേ അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്. ഇവിടെ റീകൺസിലേഷൻ കാണാണ്ട് ഈ ബ്ലോക്സ് ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ്? ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ സെൽഫ് ലവ് ആണ് ഇവിടെ നീയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. സെൽഫ് റെസ്പെക്റ്റ് അത് നിങ്ങൾ സൂക്ഷിക്കണം. സെൽഫ് റെസ്പെക്റ്റ് കളയാണ്ട് വേണം ഈ സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കുക. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ യൂണിവേഴ്സും പറയേണ്ടത് ഇവിടെ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാണ്. ഫ്ലേർട്ട്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. അപ്പോൾ കുറച്ച് ഒരു ലൈറ്റ് എനർജി വെക്കാനാണ് യൂണിവേഴ്സ് പറയണേ. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് പൈസീസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്, പൈസീസ് കാൻസർ സ്കോർപ്പിയോ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ, ടോറസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ എന്താണ് നക്ഷത്രം എന്ന് കമൻറ്റിൽ എഴുതുക. ഇത് നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിങ് ചെയ്ത് ചെക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.